എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾ സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു, റിസൾട്ട് ഉൾപ്പെടെ വന്നു. ഇനി ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് സർവകലാശാലയിൽ നടക്കാൻ പോകുന്നത്. 2, 4, 6 സെമസ്റ്റർ പരീക്ഷകളാണ് ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ. പരീക്ഷ ഉടനെ ആരംഭിക്കും. ഇനിയും പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. പരീക്ഷ മാർച്ച് ഏപ്രിൽ മാസം തന്നെ നടക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് ഇനി ആരംഭിക്കാനുള്ളത്. 2, 4, 6 സെമസ്റ്ററാണ് ഈവൻ സെമസ്റ്റർ പരീക്ഷകളുള്ളത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, ഏത് പരീക്ഷയായിരിക്കും ആദ്യം ആരംഭിക്കുന്നത്? അത് നമ്മൾ എടുക്കുന്നത് തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യം തന്നെയാണ്. മാർച്ച് മാസം 11ാം തീയതി മുതലായിരിക്കും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക. അതിന് കാരണം പറഞ്ഞത്, ഈ വർഷം ഡിഗ്രി പഠനം കഴിഞ്ഞ് അടുത്ത വർഷം ഹയർ സ്റ്റഡീസിനും ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ പോകേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷ നേരത്തെ നടത്തുകയും റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും സർട്ടിഫിക്കറ്റ് വിതരണം പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുകയും ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ സർവകലാശാലയ്ക്ക് മുന്നിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായിരിക്കും സർവകലാശാലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം. അവരുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും 2, 4, 6 സെമസ്റ്റർ 2, 4 പരീക്ഷകൾ നടത്തുക. അതിന് കാരണം 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇനി അവർക്കൊരു സെമസ്റ്റർ ഇല്ല. അവരുടെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാനുള്ള അവസാന സെമസ്റ്റർ പരീക്ഷയാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ. എന്നാൽ 2, 4 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയല്ല. 2ാം സെമസ്റ്റർ കഴിഞ്ഞാൽ വിദ്യാർത്ഥി 3ാം സെമസ്റ്ററിലേക്കും 4ാം സെമസ്റ്റർ കഴിഞ്ഞാൽ വിദ്യാർത്ഥി 5ാം സെമസ്റ്ററിലേക്കും പോകുന്നതാണ്. അവരുടെ റിസൾട്ട് കുറച്ച് വൈകിയാലും സാരമില്ല. എന്നാൽ 6ാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരീക്ഷ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ വൈകിച്ചുകൊണ്ട് പോകാൻ സർവകലാശാലയ്ക്ക് കഴിയില്ല. കാരണം ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനും ഒക്കെ പോകേണ്ട വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ അതായത് ഡിലേ വരുത്താനും വൈകിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പോൾ പരീക്ഷ എന്തായാലും 2, 4, 6 സെമസ്റ്റർ പരീക്ഷ എന്തായാലും ഉടൻ തന്നെ ആരംഭിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം 11ാം തീയതിയാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ സർവകലാശാല ആരംഭിക്കുന്നത്. അതൊരു ഏപ്രിൽ 5-നുള്ളിൽ പൂർത്തീകരിക്കും. മാർച്ച് മാസം 21ാം തീയതിയാണ്, ഈ 20-21 തീയതിയും കണ്ടാണ് എന്ത് ചെയ്യുന്നത്, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഏപ്രിൽ മാസം 5ാം തീയതിയോടെ തന്നെ സർവകലാശാല പരീക്ഷ പൂർത്തീകരിക്കും. അങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷകളായിരിക്കും 4ഉം 2ഉം 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. ഇനിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കില്ല. എന്തായാലും 2, 4, 6 സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ 2, 4, 6 സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ നടക്കും. അതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റവും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കേണ്ട. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നിർബന്ധമായും പഠിച്ചു തുടങ്ങിക്കൊള്ളുക. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ ഇതുവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രജിസ്ട്രേഷൻ വിളിച്ചില്ല എന്ന് കരുതി പരീക്ഷ വൈകിച്ചുകൊണ്ട് പോകാനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് കഴിയില്ല. രജിസ്ട്രേഷനും ഒക്കെയുള്ള പ്രൊസീജിയറുകൾ ചടപടേ എന്ന് പറഞ്ഞ് വേഗം നടക്കും. രജിസ്ട്രേഷൻ ഏതാണ്ട് 3-4 ദിവസം കൊടുത്തതിന് ശേഷം അതൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സർവകലാശാലയ്ക്കൊരു 15 ദിവസത്തേക്കുള്ളിൽ വേണ്ട. ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിക്കാൻ സർവകലാശാലയ്ക്ക് മാക്സിമം പോയാൽ തന്നെ ഒരു 15 ദിവസം, അതിനപ്പുറം സർവകലാശാലയ്ക്ക് എന്ത് ചെയ്യേണ്ട, ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ട. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കേണ്ട. കാരണം സർവകലാശാലയ്ക്ക് രജിസ്ട്രേഷൻ നടത്താൻ ഒരു 15 ദിവസം, അതിലപ്പുറം ഒന്നും ആവശ്യമില്ല. ഏപ്രിൽ മാസത്തിലായിരിക്കും എന്തായാലും 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുക. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഫെബ്രുവരി മാസം ആയി, എന്നാൽ പോലും സർവകലാശാലയുടെ മുമ്പിൽ മാർച്ച് മാസം കടപ്പുണ്ട്. അതുമാത്രമല്ല, ഈ ഫെബ്രുവരി മാസം ഇനിയും 10-18 ദിവസത്തോളം ഇനിയും കടപ്പുണ്ട്. സർവകലാശാലയ്ക്ക് ഏതാണ്ട്
15 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ആയിട്ടില്ല എന്ന് കരുതി വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കണം. നല്ല രീതിയിൽ 2, 4, 6 സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് പ്രിപ്പയർ എടുക്കുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. ഈ 6ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഒറ്റ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ഈ 6ാം സെമസ്റ്ററും കൂടെ കഴിഞ്ഞാലേ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കുകയുള്ളൂ. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും കൂടി വിജയകരമായി കംപ്ലീറ്റ് ആക്കുന്ന പക്ഷം മാത്രമാണ് നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കുകയുള്ളൂ. 6ാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി കിട്ടാൻ നിങ്ങൾക്ക് വൈകും. കാരണം 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതി അതിലും കൂടെ ഉന്നത വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുകയുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഏത് യൂണിവേഴ്സിറ്റിയും നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്ററും കൂടെ കംപ്ലീറ്റ് ആക്കേണ്ടത് നിർബന്ധമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരീദ, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.